ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ട എന്നാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം അറിയപ്പെടുന്നത്. 2008 സ്ഥാപിതമായതു മുതൽ LDF-ലെ NCP-യാണ് ഈ സീറ്റിൽ മത്സരിക്കുന്നത്. 3 തവണ തുടർച്ചയായി വിജയിച്ച നിലവിൽ മന്ത്രി കൂടിയായ AK ശശീന്ദ്രന്റെ മണ്ഡലത്തിലെ ഇത്തവണത്തെ നിയമസഭാ പോരാട്ടം എങ്ങനെയായിരിക്കും? MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2008 നിലവിൽ വന്ന നിയമസഭാ മണ്ഡലമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം. നിലവിൽ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനാണ് 3 തവണയും എലത്തൂരിൽ നിന്നും വിജയിച്ച് കയറിയത്. ഇത്തവണ വീണ്ടും NCP-ക്ക് തന്നെ സീറ്റ് കിട്ടുമോ, അതല്ല CPM സീറ്റ് തിരിച്ചെടുക്കുമോ? ഇനി കോൺഗ്രസിൻ്റെ കരുനീക്കം എന്തായിരിക്കും? എന്തായാലും ഇത്തവണ എലത്തൂർ നിയമസഭാ മണ്ഡലം സസ്പെൻസ് ബാക്കി വയ്ക്കുന്നുണ്ട്. 2011, 2016, 2021 തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ AK ശശീന്ദ്രനെ വിജയിപ്പിച്ച മണ്ഡലമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം. ഏത് കൊടുങ്കാറ്റിലും ഇടതുകോട്ടയായി ഉറച്ചു നിൽക്കുന്ന മണ്ഡലമെന്നതാണ് എലത്തൂരിനെ സംബന്ധിച്ച് LDF-ന്റെ കണക്കുകൂട്ടൽ. 2025 ഡിസംബറിൽ നടന്ന ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെട്ടിക്കുളം, എരഞ്ഞിക്കൽ, പുത്തൂർ, മൊകവൂർ, പുതിയാപ്പ ഡിവിഷനുകളിലും ചേളന്നൂർ, കക്കോടി ഗ്രാമപഞ്ചായത്തുകളിലും LDF-ആണ് വിജയിച്ചത്. എലത്തൂർ ഡിവിഷനിലും കാക്കൂർ, കുരുവട്ടൂർ, തലക്കുളത്തൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDF-ഉം ജയിച്ചപ്പോൾ നന്മണ്ട പഞ്ചായത്ത് ഇരു മുന്നണികൾക്കുമിടയിൽ തുല്യത പാലിച്ചു. CPIM-ന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ NCP-യെ മുന്നിൽ നിർത്തിയായിരുന്നു LDF-ന്റെ ഇതുവരെയുമുള്ള പോരാട്ടം. 2021 തെരഞ്ഞെടുപ്പിൽ 38,502 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് AK ശശീന്ദ്രൻ വിജയിച്ചത്. NCP-യിലെ ആഭ്യന്തര കലഹവും AK ശശീന്ദ്രന്റെ ആരോഗ്യസ്ഥിതിയുമെല്ലാം കണക്കിലെടുത്ത് CPIM എലത്തൂർ മണ്ഡലം ഏറ്റെടുത്തേക്കുമോ എന്ന ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. NCP-ക്ക് മറ്റൊരു സീറ്റ് നൽകാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇതിൽ NCP നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാകും. കോരപ്പുഴ പാലം ഉൾപ്പെടെയുള്ള 5 വർഷത്തിനിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതീക്ഷ. കോരപ്പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറുകളോളം ട്രാഫിക് ജാമായിരുന്നു. ആ ട്രാഫിക് ജാം പരിഹരിച്ചുകൊണ്ട് കിഫ്ബി പണം ഉപയോഗിച്ചാണ് ഈ മണ്ഡലത്തിലെ ആദ്യത്തെ പാലം നിർമ്മാണ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് രണ്ടാണ് എടുത്തു പറയാൻ പറ്റിയ ഒന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കോഴിക്കോട് ബാലുശ്ശേരി റോഡുണ്ട്. അതിന് 200 കോടിയിലധികം രൂപയാണ് അതിന് മാത്രമായി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയായി, വാല്യുവേഷൻ നടപടികൾ പൂർത്തിയായി, ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന നടപടികൾ ഏതാണ്ട് പകുതിയോളം പൂർത്തിയായിരിക്കുന്നത്. ഇനി 2 പഞ്ചായത്തുകളിലാണ് പൊതുവെ കൊടുത്തു തീർക്കാനുള്ളത്. ബാക്കിയെല്ലാം ഒറ്റപ്പെട്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്ഥലം PWDക്ക് കൈമാറി PWD ടെൻഡർ നടപടി സ്വീകരിച്ച് ആ റോഡിൻ്റെ വികസനം പൂർത്തിയാകും. അപ്പോൾ ഞാനിപ്പം ഭയപ്പെടുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ റോഡിൻ്റെ നിർമ്മാണം പ്രതിപക്ഷത്തിൻ്റെ പ്രഖ്യാപനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അത് തടയുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ വികസന പ്രവർത്തനത്തിന് ഇവിടെ ഭരണമാറ്റമുണ്ടായാൽ തടസ്സമുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ പറയുന്നത്, ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ, പൂർത്തിയാക്കണമെങ്കിൽ LDF തന്നെ വീണ്ടും തുടരണം എന്നാണ്. 5 വർഷം മുൻപ് മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള കേരള ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എലത്തൂർ സീറ്റ് വാഗ്ദാനം ചെയ്തത് UDF-ൽ വലിയ കലഹങ്ങൾക്കിടയാക്കിയിരുന്നു. കോൺഗ്രസ് ഇത്തവണ മുന്നൊരുക്കം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. സംഘടനാ ഏകീകരണവും ഭരണവിരുദ്ധ വികാരവും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഭരണപക്ഷത്തിരിക്കുന്നു, മന്ത്രിയായിട്ടിരിക്കുന്നു, എന്നിട്ട് പോലും യാതൊരു രീതിയിലുള്ള വികസനവും എത്തിച്ചേരാത്ത ഒരു മന്ത്രിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാന പദ്ധതികൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഒരു MLA-യുടെ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ സംബന്ധിച്ച് വലിയ പരാജയം എന്ന് പറയാവുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടുന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, പൂളക്കടവ് നിന്നുള്ള ബാലുശ്ശേരി വരെയുള്ള റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു മന്ത്രി ഇരിക്കുന്നിടത്ത് ബാക്കിയുള്ള MLA-മാരെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എലത്തൂരേക്ക് പോകുന്ന വഴിക്ക് നമുക്കറിയാം, ഒരു റെയിൽവേ ക്രോസ് ആ മേഖലയിലേക്ക് ചെല്ലുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പുതിയാപ്പ മേഖലയിലേക്ക് വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതിയാണ്. അത് സ്ഥലം ഏറ്റെടുക്കുന്നില്ല. അത് മേൽപ്പാലത്തിന് പകുതി
വർക്ക് കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 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 എന്താ പറയുക, ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആളുകൾക്ക് റെയിൽവേ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ യാത്രാ സൗകര്യം എന്നൊക്കെ പറയുന്നത് മിനിമം ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. അല്ലാതെ പുതിയതായിട്ട് ഒന്നും തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന വിഷയങ്ങളായിരിക്കും. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി 32,000 വോട്ടുകളാണ് നേടിയത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലത്തെ എത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് BJP. കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷനുകളും 6 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന എലത്തൂർ മണ്ഡലം ചരിത്രപരമായി LDFിലേക്ക് ചാഞ്ഞിരിക്കുന്നു. NCPയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായാൽ CPIM ഇടപെടലുണ്ടാകും. LDFിന് ഒരു ഉറച്ച സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും LDF ആലോചിക്കുക. അതിന് NCP വഴങ്ങിയില്ലെങ്കിൽ മുന്നണി തർക്കങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിയേക്കാം. ഇടതുമുന്നണിയുടെ നീക്കങ്ങൾക്കനുസരിച്ച് കരുക്കൾ നീക്കാനുള്ള ആലോചനയിലാണ് UDF. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.